ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ വിചിന്തനത്തിനായി സഭാമാതാവ് നമുക്ക് തന്നിരിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. ഇത് ആതിഥേയർക്കും അതിഥിക്കുമുള്ള ഉപദേശമാണ്. ഈ ഉപദേശം നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ അതിനു മുമ്പുള്ള വചനം കൂടി നാം കൂട്ടി വായിക്കണം. നമുക്കറിയാം, ഫരിസേയ പ്രമാണികളിൽ ഒരാളുടെ വീട്ടിൽ വിരുന്നിനിരിക്കുന്നു ഈശോ. അവിടെ ആ വിരുന്നിനേക്കാൾ അധികം അവിടെ വന്നിരിക്കുന്ന നിർധനരായവരെ കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ്. അങ്ങനെ കണ്ടെത്തുന്നതാണ് മഹോദര രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ ഉപദേശം നൽകുന്നത്. ആദ്യം കൊടുക്കുന്ന ഉപദേശം അതിഥികൾക്കാണ്. അതിഥികളോട് പറയുകയാണ്, നിങ്ങൾ പ്രമുഖ സ്ഥാനം കൈക്കലാക്കരുത്. ഈ പ്രമുഖ സ്ഥാനം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ഈ സ്വർഗരാജ്യത്ത് എത്തുവാനുള്ള ആ പ്രവൃത്തി നമുക്കുണ്ടാവണം. പ്രാർത്ഥനയോ ഒരു ഉപവാസമോ ഉപവിപ്രവർത്തനമോ മാത്രമല്ല, പ്രവൃത്തി കൂടി വേണമെന്ന് ഈശോ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അതിനുദാഹരണമാണ് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിലെ സബദിപുത്രന്മാരും അമ്മയും കൂടി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഈ മക്കളിൽ ഒരുവനെ ഇടതുവശത്തും അപരനെ വലത്തുവശത്തും ഇരുത്തണമെന്ന്. ഈശോ പറയുന്നു, ഇടതുവശത്തും വലത്തുവശത്തും ഇരുത്തുവാൻ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുമോ? അവർ പറയുന്നു, ഞാൻ കുടിക്കും. കുടിച്ചാൽ തന്നെ അതിന് ഇരുത്തുവാനുള്ള യോഗ്യത നിശ്ചയിക്കുന്നതും ഇരുത്തുന്നതും പിതാവായ ദൈവമാണ്. ഈശോ കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനുമായിരിക്കണമെന്ന് ഈശോ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ നമുക്ക് ആവശ്യം എളിമയും താഴ്മയുമാണെന്ന് ഈശോ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് ഈ നൊയമ്പ് കാലത്ത്, തപസ് കാലത്ത്. അടുത്തതായി ഉപദേശം കൊടുക്കുന്നത് ആതിഥേയനാണ്. ആതിഥേയനോട് പറയുകയാണ്, നിന്റെ അതിഥികളിൽ എല്ലാവരും തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരിക്കണം, നിർധനരായിരിക്കണം, മുടന്തരായിരിക്കണം, തിരിച്ചു തരുമെന്ന് പ്രതീക്ഷയില്ലാത്തവരായിരിക്കണം, അതിന് പറ്റാത്തവരായിരിക്കണം, ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാത്തവരായിരിക്കണം. അതിന്റെ ഉദാഹരണമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് അബ്രാഹം ഓക്കുമര ചുവട്ടില് വിശ്രമത്തിനിരിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന 3 അപരിചിതരായ യാത്രക്കാര്. ആ അപരിചിതരായ യാത്രക്കാരാണെങ്കിൽ പോലും അവർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ പരിചരിക്കുന്നു. ആ യാത്രയിലെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവരെ സന്തോഷത്തോടെ യാത്രയാക്കുന്നു. അവരിൽ കണ്ടുമുട്ടുന്നത് ഈശോയെയാണ്. അബ്രാഹം പറയുകയാണ്, എനിക്ക് ഇസഹാക്കിന്റെ പിതാവാകാനുള്ള ആ അനുഗ്രഹം തന്നത് ഈ പരിചരണമാണ് എന്ന് വേദപുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കും പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ നൊയമ്പുകാലം, ഈ തപസ് കാലം സ്വർഗത്തിലെത്തുവാനുള്ള ആ പ്രയത്നം പ്രവൃത്തികളിലൂടെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.